ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് കാവടി തുള്ളി പോണത് വേറെ എവിടേക്കല്ല, തൃപ്പയാർ ഏകാദശിക്ക് 5-6 മാസം മുന്നേ അനുചേച്ചി ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അനുചേച്ചിയുടെ വീട്ടിലൊക്കെ എത്തി ചായടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി വാർക്കട മുകളിലുണ്ട്. ഞങ്ങൾ മാത്രമല്ല കുറേ ആൾക്കാരുണ്ട് താനും, ഇത്രയും പേരെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, പുഴയൊക്കെ കാണാൻ പോയി. അപ്പോൾ പോയി വന്നപ്പോഴേക്കും അജീഷേൻ്റെ അമ്മയും അച്ഛനും അനിയത്തിയും വന്നിട്ടുണ്ടായി. എന്നാൽ പിന്നെ അവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത്. അപ്പോൾ ഇപ്പോഴത്തെ ടീം ഇവിടെ നിന്നിട്ട് കഥ പറയുന്നുണ്ടാ. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് അത് ഞങ്ങൾക്ക് തന്നിട്ടാ. ചിക്കൻ ബിരിയാണി ഇന്ന് അവിടെ ഫുഡ് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അങ്ങനെ പിന്നെ ഓരോ വിശേഷങ്ങളും ഓരോ കഥകളൊക്കെ പറഞ്ഞൊക്കെ അവിടെ ഇരുന്ന് പിന്നെ അങ്ങോട്ട് ആടിത്തുമ്പർക്കലായിരുന്നു. 1.5 മണിക്കൂർ ആടിത്തുമ്പത്ത് മക്കളെ, ഒന്നും പറയാനില്ല. എല്ലാവരും ഒരേ വൈബായിരുന്നു, അതുകൊണ്ട് നമുക്ക് പേടിക്കാനോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ എൻജോയ് ചെയ്തു നന്നായിട്ട്. ആ ദിവസം നമുക്ക് എന്തോരം സന്തോഷിക്കാൻ പറ്റും, അത്രയ്ക്കും സന്തോഷിച്ചിട്ടുണ്ടോ ഞങ്ങൾ. അങ്ങനെ പിന്നെ എല്ലാവരും റെഡിയൊക്കെ ആക്കി നേരെ ഉത്സവപ്പറമ്പിലേക്ക് വന്നു. ഉത്സവപ്പറമ്പിൽ വന്നിട്ടോ അപ്പോഴും ചിരിയും കളിയെന്ന് വെച്ചാൽ ഓരോരുത്തരെ ട്രോളിക്കൊണ്ടിരിക്കുക. ആരെന്നൊന്നും അറിയില്ല, എന്നാലും ട്രോൾ തന്നെ ഇരുന്നിട്ട്. അങ്ങനെ പിന്നെ അവിടെ എത്തി ഓരോ കടകളിലൊക്കെ കയറി ഇറങ്ങി, ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും കയറി ഇറങ്ങി ട്രോൾ തന്നെ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ആനപ്പറമ്പിലേക്ക് എത്തിയിട്ട്, അപ്പോൾ ആനപ്പറമ്പിലെത്തിയപ്പോൾ ആനകളെ കുളിപ്പിക്കണമൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഓരോ കഥകളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്, അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ അവിടെ ഇരുന്ന് പിന്നെ ആനകളെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയാകാൻ പോകണ്ട. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് പിന്നെ അവിടെ നിൽക്കാൻ നിന്നില്ല, കാരണം ഇനി ആനകൾ ഉത്സവപ്പറമ്പിലേക്കാണ്. അപ്പോൾ ഉത്സവപ്പറമ്പിലേക്ക് ഉള്ളിലേക്ക് കയറാൻ നിന്നില്ല, പുറത്ത് തന്നെ കണ്ടിട്ട് ഞങ്ങൾ റൈഡിൻ്റെ അവിടേക്ക് പോയി. റൈഡിൻ്റെ അവിടെ എത്തിയപ്പോഴോ ആർക്കും റൈഡിലൊന്നും കയറണ്ട, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നാൽ മതി, അത്രയ്ക്കുള്ളൂ. എല്ലാവരും മൈൻഡ് അങ്ങനെയായിരുന്നു, ഒന്നിലും കയറണമെന്നാ കഴിക്കണമെന്നാ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്ന് കളിച്ചും ചിരിച്ചൊക്കെ നടന്ന് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞാൽ വീട്ടിൽ പോകുന്നു. അപ്പോൾ വീട്ടിൽ പോകുന്ന വഴിയിലാണ് കുട്ടനെ ടീംസിനെ കണ്ടത്. അപ്പോൾ പിന്നെ അവരായിട്ട് ഫോട്ടോ എടുത്ത് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകണ്ട. അപ്പോൾ ഏകാദശി ദിവസത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ ഓക്കേ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.